അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബഹുമാനം നിറഞ്ഞ സഹോദരങ്ങളെ, സംസം വെള്ളം എന്ന നാമം കേൾക്കാത്തവരില്ല എന്ന് മാത്രമല്ല, അത് ഉപയോഗിക്കാത്ത ആളുകളും വളരെ വിരളമാണ്. നമ്മുടെയൊക്കെ വീടുകളിൽ ബറക്കത്തിന് വേണ്ടി ഒരു ബോട്ടിലെങ്കിലും സംസം വെള്ളം ഉണ്ടാകും. ദുന്യവിയും ഉഖ്റവിയുമായ എന്തെങ്കിലുമൊക്കെ ആവശ്യങ്ങൾ നമ്മളിൽ ഉണ്ടാകുമ്പോൾ ആദ്യമായി സംസം വെള്ളം എടുത്ത് കുടിക്കുന്ന ഒരു പ്രവണത, രീതി, ചര്യ നമ്മളിലൊക്കെ ഉണ്ട്. അത് വലിയ മുബാറക്കായ വെള്ളമാണ്, രോഗത്തിന് ശിഫ ആണ്. എങ്ങനെയാണ് ഈ സംസം വെള്ളം കുടിക്കേണ്ടത്? അത് കുടിക്കുന്ന സമയത്ത് എന്തെങ്കിലും പ്രത്യേകമായ രീതികൾ മഹത്തുക്കളായ പണ്ഡിതന്മാർ പഠിപ്പിച്ചു തന്നിട്ടുണ്ടോ? അത് കുടിക്കുന്ന സമയത്ത് എന്തെങ്കിലും ചൊല്ലാനുണ്ടോ? അതുമായി ബന്ധപ്പെട്ട ചുരുങ്ങിയ ആദാബുകളാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നത്. പൂർണ്ണമായും കാണുക, ഇതുപോലെ ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുകയും ചെയ്യുക. അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. ഹബീബായ നബിയുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സംസം വെള്ളത്തിന്റെ പവിത്രതയെ സംബന്ധിച്ച് നമ്മെ പഠിപ്പിക്കുന്നത് മാഉ സംസം ലിമ ശുരിബലഹു. സംസം വെള്ളം ഒരു മനുഷ്യൻ എന്തിനു വേണ്ടിയിട്ടാണോ കുടിക്കുന്നത് അതിനു വേണ്ടിയിട്ട് എന്നതാണ്. ദുന്യവിയായ കാര്യങ്ങൾക്ക് വേണ്ടിയാണോ, അല്ല ഉഖ്റവിയായ കാര്യങ്ങൾക്ക് വേണ്ടിയാണോ, നമ്മുടെ എന്ത് കാര്യങ്ങൾക്ക് വേണ്ടിയാണെങ്കിലും ആ നിയ്യത്ത് വെച്ച് കുടിച്ചു കഴിഞ്ഞാൽ അത് അതിന് വേണ്ടിയിട്ടുള്ളതാണ് എന്ന് ഹബീബായ മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നു. ഏതായിരുന്നാലും നമ്മൾ കുടിക്കാൻ വേണ്ടി പോവുകയാണ്. ആ സമയത്ത് ഒന്നാമതായി നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഖിബലക്ക് മുന്നിട്ട് കുടിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. രണ്ടാമതായിട്ട് മഹത്തുക്കളായ പണ്ഡിതന്മാർ പറയുന്നു, നമ്മൾ മക്കയിൽ നിന്നും മദീനയിൽ നിന്നും അതുപോലെ സുലഭമായി സംസം ലഭ്യമാകുന്ന സ്ഥലത്ത് നിന്നാണ് നമ്മൾ കുടിക്കുന്നത് എങ്കിൽ നന്നായി കുടിക്കലും പ്രത്യേകം സുന്നത്താണ്. നമ്മുടെ ശരീരത്തിന്റെ കണുപ്പുകളൊക്കെ നനയുമാറ് ധാരാളം കുടിക്കൽ പ്രത്യേകം സുന്നത്താണ് എന്ന് മഹത്തുക്കളായ പണ്ഡിതന്മാർ രേഖപ്പെടുത്തുന്നു. ഒരു ഹദീസിൽ നമുക്കിങ്ങനെ കാണാം, ഹബീബായ മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുകയാണ്, മുനാഫിഖീങ്ങളുടെയും മുഅ്മിനീങ്ങളുടെയും ഇടയിലുള്ള ഒരു വ്യത്യാസം. മുനാഫിഖീങ്ങൾ സംസം വെള്ളം അവരുടെ ശരീരത്തിന്റെ കണുപ്പുകളൊക്കെ നനയുമാറ് ധാരാളം കുടിക്കുന്നവരല്ല എന്നതാണ്. മുഅ്മിനീങ്ങളാണെങ്കിലോ സംസം വെള്ളം അതിന്റെ പവിത്രത മാനിച്ച് ബറക്കത്തെടുക്കാൻ വേണ്ടി ധാരാളം കുടിക്കുന്നവരാണ് എന്നും ഹദീസിൽ നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ ഒന്ന്, ഖിബലക്ക് മുന്നിട്ട് കുടിക്കാൻ ശ്രദ്ധിക്കുക. രണ്ട്, ധാരാളം സുലഭമായി ലഭിക്കുന്ന സ്ഥലത്തു നിന്നാണെങ്കിൽ വയറ് നിറച്ച്, അഥവാ നമ്മുടെ ശരീരത്തിന്റെ കണുപ്പുകളും മറ്റൊക്കെ നനയുമാറ് ധാരാളം കുടിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. ഇനിയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം. എന്തെങ്കിലും ദുന്യവിയും ഉഖ്റവിയുമായ ഒരു ലക്ഷ്യത്തിന് വേണ്ടിയിട്ടായിരിക്കും പൊതുവെ നമ്മൾ സംസം വെള്ളം കുടിക്കുക. ആ കുടിക്കുന്ന സമയത്ത് പലരും അതൊക്കെ മനസ്സിലൊന്ന് ജസ്റ്റ് നിയത്ത് വെച്ചിട്ടാണ് അത് കുടിക്കുക. എന്നാൽ അതിൻ്റെ നിയത്ത് വെക്കേണ്ടതിൻ്റെയും നമ്മൾ പറയേണ്ടതിൻ്റെയും ചെറിയൊരു രൂപം മഹത്തുക്കളായ പണ്ഡിതന്മാർ കിതാബിൽ രേഖപ്പെടുത്തുന്നു. അത് ഇങ്ങനെയാണ് പറയേണ്ടത്. എല്ലാവരും നല്ലവണ്ണം ശ്രദ്ധിക്കുക. ഇങ്ങനെയാണ് പറയേണ്ടത്: അള്ളാഹുവേ, നിന്റെ പ്രവാചകരായ മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിൽ നിന്ന് ഇങ്ങനെ ഒരു ഹദീസ് എനിക്ക് കേൾക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ഹബീബ് പറഞ്ഞതായിട്ട് ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട്. മാ ഉ സംസം ലിമ ശുരിബലഹു. എന്തിനു വേണ്ടിയാണോ സംസം വെള്ളം കുടിക്കുന്നത് അതിനു വേണ്ടിയാണ് എന്ന് ഹബീബായ മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത് ഞാൻ അറിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഇന്നാലിന്ന കാര്യങ്ങൾക്ക് വേണ്ടിയാണ് ഞാൻ ഈ സംസം വെള്ളം കുടിക്കുന്നത്, നീ അത് നടപ്പിലാക്കി തരണേ റബ്ബേ എന്ന നിയ്യത്തോടു കൂടിയാണ് സംസം വെള്ളം നമ്മൾ കുടിക്കേണ്ടത്. എല്ലാവർക്കും മനസ്സിലായല്ലോ? സംസം വെള്ളം കുടിക്കുന്നത് എന്തിനു വേണ്ടിയാണോ കുടിക്കുന്നത് അതിനു വേണ്ടിയാണെന്ന് ഹബീബ് പറഞ്ഞത് ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് ഇന്നാലിന്ന കാര്യങ്ങൾക്ക് വേണ്ടി, എന്തിനാണോ, ദുന്യവിയായ കാര്യങ്ങൾക്ക് വേണ്ടിയാണോ ഉഖ്റവിയായ കാര്യങ്ങൾക്ക് വേണ്ടിയാണോ നമ്മൾ കുടിക്കുന്നത് ആ കാര്യം പറഞ്ഞ് ഇൻഷാ അല്ലാഹ് അത് കുടിക്കുക. ഇങ്ങനെ പ്രത്യേകം കരുതൽ സുന്നത്താണ് എന്ന് മഹത്തുക്കളായ പണ്ഡിതന്മാർ രേഖപ്പെടുത്തുന്നു. ശേഷം ബിസ്മി ചൊല്ലുക. എന്നിട്ട് 3 മുറുക്കുകളായിട്ട് സംസം വെള്ളം നമ്മൾ എടുത്തത് കുടിച്ചു തീർക്കാൻ ശ്രദ്ധിക്കുക. മഹാനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു സംസം വെള്ളം കുടിക്കുന്ന സമയത്ത് ഇങ്ങനെ ചൊല്ലിയിരുന്നു എന്ന് കിതാബിൽ നമുക്ക് കാണാൻ കഴിയും. അല്ലാഹുമ്മ ഇന്നി അസ്അലുക ഇൽമൻ നാഫിഅ വറിസ്ഖൻ വാസിഅ വശിഫാഅൻ മിൻ കുല്ലി ദാ. അല്ലാഹുവേ, ഉപകാരമുള്ള അറിവ് നിന്നോട് ഞാൻ ചോദിക്കുന്നു,
ഞങ്ങളുടെ റിസക്കിലുള്ള വിശാലത നിന്നോട് ഞാൻ ചോദിക്കുന്നു. എല്ലാ രോഗത്തിൽ നിന്നുമുള്ള ഷിഫാവും ഞാൻ നിന്നോട് ചോദിക്കുന്നു എന്ന ഈ പ്രാർത്ഥന ഉച്ചരിച്ചിട്ടാണ് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു സംസം വെള്ളം കുടിച്ചിരുന്നത് എന്ന് കിതാബിൽ നമുക്ക് കാണാൻ കഴിയും. അതുപോലൊരു സുന്നത്താണ് വെള്ളം കുടിക്കൽ കഴിഞ്ഞാൽ ഒരൽപ്പം കയ്യിലേക്കോ മറ്റോ എടുത്ത് നമ്മുടെ തലയിൽ തടവലും മുഖത്ത് തടവലും നെഞ്ചിന്റെ ഭാഗത്തിലൂടെ തടവലും സുന്നത്താണ് എന്ന് മഹത്തുക്കളായ പണ്ഡിതന്മാർ രേഖപ്പെടുത്തുന്നു. മക്ക, മദീന തുടങ്ങിയ പ്രദേശങ്ങളിലൊക്കെ ചെല്ലുന്ന ആളുകൾക്ക് വീട്ടിലേക്ക്, നാട്ടിലേക്ക് സാധിക്കുന്ന അത്ര കൊണ്ടുവരലൊക്കെ പ്രത്യേകം സുന്നത്താണ്. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പോലും വീട്ടിലേക്ക് സംസം വെള്ളം കൊണ്ടുവന്നിരുന്നു. മഹദിയായ ആയിഷ ബീവി റളിയല്ലാഹു അൻഹ റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിലൊക്കെ ഉണ്ട്. അങ്ങനെ നല്ല നല്ല ചര്യകളൊക്കെ അതുമായി ബന്ധപ്പെട്ടിട്ടൊക്കെ ഉണ്ട്. ഈ രൂപത്തിലൊക്കെ ചെയ്യാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കണമേ എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. അള്ളാഹു ഉപകാരമുള്ള അറിവ് നമുക്ക് നൽകി അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.